അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിയയിലെ 1 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയും അന്ന് മനുഷ്യർ 3 വിഭാഗങ്ങളായി വേർതിരിക്കപ്പെടുമെന്നും അതിൽ മുൻകടന്ന സാബിഖീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ മുഖറബീങ്ങൾ, സാമീപ്യം സിദ്ധിച്ചവരായിരിക്കുമെന്നും സ്വർണ്ണനൂലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കട്ടിലുകളിൽ പരസ്പരം മുഖാമുഖം ഇരുന്നു കൊണ്ട് അവർ സുഖമെടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്നും അവർക്കുള്ള ശ്രേഷ്ഠതകളും സ്വർഗീയ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا
أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. മുൻകടന്ന സത്യവിശ്വാസം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിലേക്ക് വളരെയധികം മുൻകടന്ന സാബിഖ്യങ്ങളായ മുഖറബീങ്ങളായ ആളുകൾ, അവരെക്കുറിച്ച് പറയുന്നത് സ്വർഗലോകത്ത് യതൂഫു അലൈഹിം, അവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. യതൂഫു അലൈഹിം, ത്വാഫ യതൂഫു ത്വവാഫൻ. ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റി സഞ്ചരിക്കുക, ഇടയിലൂടെ നടക്കുക. ത്വാഫ യതൂഫു ത്വവാഫൻ, യതൂഫു അലൈഹിം, അവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിക്കും. വിൽദാനുൻ, വലതിൻ്റെ ബഹുവചനമാണ് വിൽദാൻ, കുട്ടികൾ, ആൺകുട്ടികൾ. ആൺകുട്ടികൾക്കാണ് വിൽദാൻ എന്ന് പറയുന്നത്, ചെറുപ്പക്കാരായ ആൺകുട്ടികൾ. എങ്ങനെയുള്ളവരാണവർ? മുഖല്ലദൂൻ, സ്ഥിരമായ സ്വഭാവത്തിലുള്ളവർ, അല്ലെങ്കിൽ സ്ഥിരവാസം നൽകപ്പെട്ടവർ. ഖല്ലദ യുഖല്ലിദു തഖ്ലീദൻ ഫഹുവ മുഖല്ലിദ് വൽ മഫ്ഊലു മുഖല്ലദ്. മുഖല്ലദ് എന്ന് പറഞ്ഞാൽ സ്ഥിരവാസം നൽകപ്പെട്ടത്, ഖുലൂദുള്ളവർ. എന്താണ് ഖുലൂദ് കൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു ജരീർ ത്വബരി റഹിമഹുള്ള പറഞ്ഞു, വിൽദാനുൻ അല സിന്നിൻ വാഹിദ, ഒരൊറ്റ പ്രായം, ഒരൊറ്റ പ്രായം. ലാ യതഗയ്യറൂൻ, ആ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല, പ്രായത്തിൽ വ്യത്യാസമില്ല. വല യമൂതൂൻ, അവർ മരിക്കുകയുമില്ല. അപ്പോൾ അവർക്ക് മരണമില്ല. വല യക്ബുറൂൻ, അവർക്ക് പ്രായം ഉണ്ടാവില്ല, അവർക്ക് നര ഉണ്ടാവില്ല, മരണവുമില്ല. അപ്പോൾ എന്നും അവർ ബാലന്മാരായിരിക്കും, എന്നും ഒരേ പ്രായക്കാരായിരിക്കും. സ്വർഗത്തിലെ ആളുകളെ പോലെ തന്നെ ആയിരിക്കും അവരും. അതാണ് മുഖല്ലദൂൻ, വിൽദാനുൻ മുഖല്ലദൂൻ, സ്ഥിരമായി ഒരേ പ്രായത്തിലുള്ള, ഒരിക്കലും മരണമില്ലാത്ത സ്ഥിരവാസികളായ ചെറിയ ആൺകുട്ടികൾ അവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്താണ് അവരുടെ ദൗത്യം? അവർ എന്തും കൊണ്ടാണ് ചുറ്റി സഞ്ചരിക്കുന്നത്? ബി അക്വാബിൻ വ അബാരീഖ വ കഅസിൻ മിൻ മഈൻ. അക്വാബ് എന്ന് പറഞ്ഞാൽ കൂബിൻ്റെ ജംആണ് അക്വാബ്, കൂബിൻ്റെ ജംആണ് അക്വാബ്. ഇബ്രീഖ് എന്നതിൻ്റെ ജംആണ് അബാരീഖ്, അബാരീഖ്. പിന്നെ കഅസുൻ. എന്താണിത് മൂന്നും? കൂബ് എന്ന് പറഞ്ഞാൽ വലിയ പാനപാത്രത്തിനാണ് കൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ വായഭാഗം വട്ടത്തിലായിരിക്കും, അതിന് ചെവിയോ പിടിക്കാനുള്ളതോ ഒന്നും ഉണ്ടാവില്ല, കൈകൊണ്ട് പിടിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല അതിന്. അതേപോലെ തന്നെ അതിന് മൂക്കുണ്ടാവില്ല, ഒഴിച്ചു കൊടുക്കുന്ന പ്രത്യേകം ഒന്നും ഉണ്ടാവില്ല. അതൊരു പാനപാത്രം പോലെയായിരിക്കും കൂബ്. അതിൻ്റെ ജംആണ് അക്വാബ്, വലിയ പാനപാത്രം. അതേപോലെ തന്നെ അബാരീഖ് എന്ന് പറഞ്ഞാൽ ഇബ്രീഖിൻ്റെ ജംആണ്. അബാരീഖ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ അതിന് കെറ്റിലിൻ്റെ രൂപമായിരിക്കും, അതിന് പിടിക്കാനുള്ളതുണ്ടാകും, അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാകും. അതിനാണ് ഇബ്രീഖ് എന്ന് പറയുക. നമ്മൾ ചായ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന കെറ്റിൽ പോലെയായിരിക്കും അത്. അപ്പോൾ വലിയ കൂബുണ്ടാകും, ആ കൂബിൽ നിന്ന് ഈ കെറ്റിലേക്ക് ഒഴിക്കും. എന്നിട്ട് ആ കെറ്റിലിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്ന ചെറിയ ഗ്ലാസ്സുകൾക്കാണ് കഅസ് എന്ന് പറയുന്നത്.
കഅ്സ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ മദ്യം നിറയ്ക്കപ്പെട്ട ചഷകങ്ങൾക്കാണ് കഅ്സ് എന്ന് പറയുക. ഇത് കാലിയാണെങ്കിൽ അതിന് കഅ്സ് എന്ന് പറയില്ല. കാലി ഗ്ലാസ് ആണെങ്കിൽ അതിന് കഅ്സ് എന്ന് പറയില്ല. അതിൽ ഖംറുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയമുണ്ടെങ്കിൽ മാത്രമേ അതിന് കഅ്സ് എന്ന് പറയുള്ളൂ. അപ്പം ഈ ബാലന്മാർ ഇവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവർ കൊണ്ടുവരും വലിയ പാനപാത്രങ്ങളുണ്ടാകും. അതിൽ ഖംറാണ്, കള്ളാണ്, മദ്യമാണ്. അത് പിന്നീട് കെറ്റിലേക്ക് ഒഴിക്കും, പിന്നെ അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും, എന്നിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. കാരണം ചാരു കസേരകളിൽ അവരിങ്ങനെ ചാരിയിരിക്കുകയാണ്. മുത്തക്കിഇന അലൈഹ മുത്തഖാബിലീൻ. ഇപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇവരിങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. നമുക്കറിയാം ഈ ദുനിയാവിൽ തന്നെ അതിൻ്റെ ചെറിയ രൂപങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സേവകന്മാരായ ആളുകൾ ചുറ്റി സഞ്ചരിച്ച് ആവശ്യമുള്ള ജ്യൂസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നൽകുന്ന ഒരു കാഴ്ച. മിൻ മഈൻ. ഈ കഅ്സ് എന്തിൽ നിന്നാണ്? ഇതിൽ നിറയ്ക്കുന്നത് മിൻ മഈൻ. മഈൻ എന്ന് പറഞ്ഞാൽ നെഹറാണ്, പുഴയാണ്. ഐനുൻ, ഐൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരുവികൾക്കാണ് എന്ന് പറഞ്ഞാൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മിൻ ഐനിൻ ജാരിയത്തിൻ മഈനിൻ. സഞ്ചരിക്കുന്ന ഉറവയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്, പുഴയിൽ നിന്നാണ് എടുക്കുന്നത്. ഫീഹ അൻഹാറും മിമ്മ ഇൻ ഗൈരി ആസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യറ തഅമു. ഒക്കെ നെഹറുകളാണ്, പുഴകളാണ്. മദ്യത്തിൻ്റെ, തേനിൻ്റെ, പാലിൻ്റെ, ശുദ്ധമായ വെള്ളത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും പുഴകളാണുള്ളത്. ലൈസ മിൻ ഔഇയത്തിൻ തൻഖതിഉ വതുഫറഉ. കാലിയാവുന്ന പാത്രത്തിൽ നിന്നല്ല എടുക്കുന്നത്. ദുനിയാവിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഒരു പാലിൻ്റെ പുഴ ഉണ്ടാവുക, തേനിൻ്റെ പുഴ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്നതൊക്കെ തീർന്നു പോകുന്ന പാത്രങ്ങളാണ്. മാ ഇൻദക്കും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കയ്യിലുള്ള ശേഖരണ വസ്തുക്കളൊക്കെ തീർന്നു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് ഒരിക്കലും തീരില്ല. ഇനി ഇവിടെയുള്ള പുഴകളും അരുവികളുമാണെങ്കിൽ അതും ഒരു നല്ല വേനൽ വന്നാൽ വറ്റിപ്പോകും. എന്നാൽ സ്വർഗത്തിലെ ഈ പാനീയത്തിൻ്റെ പ്രത്യേകത അത് മിൻ മഈൻ, സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളിൽ നിന്നാണ്. ഖംറിൻ്റെ അരുവിയാണത്. ഈ മഈൻ എന്ന് പറഞ്ഞാൽ ഖംറിൻ്റെതാണ്, മദ്യത്തിൻ്റെതാണ്. വ്യത്യസ്തങ്ങളായ ചേരുവകളുള്ള മദ്യത്തിൻ്റെ ചഷകങ്ങളും പാനപാത്രങ്ങളും അതേപോലെ തന്നെ വലിയ കൂബുകളുമായി അവർ ഇവർക്കിടയിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. അതാണ് യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ബി അക്വാബിൻ വ അബാരിഖ വ കഅ്സിൻ മിൻ മഈൻ. ഇനി ഈ മദ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ലാ യുസദ്ദഊന അൻഹാ. ആ മദ്യം കാരണം അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല. സുദിഅ അല്ലെങ്കിൽ സദഅ എന്ന് പറഞ്ഞാൽ തലവേദനിക്കുന്നതിനാണ് പറയുക, പൊട്ടിക്കേറുക, ശക്തമായ വേദന. സുദിഅ യുസ്ദഉ സദഅൻ, തലവേദന. യുസദ്ദഉ എന്ന് പറഞ്ഞാൽ തലവേദന ബാധിക്കുക. ലാ യുസദ്ദഊന, അവർ തലവേദന ബാധിക്കപ്പെടുകയില്ല. സുദിഅ ശഖ്സു എന്ന് പറഞ്ഞാൽ ഉസീബ ബിവജ്ഇൻ ഫി റഅസി, തലയിൽ വേദന ഉണ്ടാവുന്നതിനാണ് സുദിഅ എന്ന് പറയുക. ലാ യുസദ്ദഊന അൻഹാ. ആ മദ്യം കാരണം അവർക്ക് തലവേദന പിടിക്കുകയില്ല. വലാ യുൻസിഫൂൻ, അൻസഫ യുൻസിഫു ഇൻസാഫൻ ഐ സക്കിറ, മത്ത് ബാധിക്കുന്നതിനാണ് അൻസഫ എന്ന് പറയാം. മത്ത് പിടിക്കുക, ബോധം പോവുക, അതിനാണ് അൻസഫ എന്ന് പറയുന്നത്. വലാ യുൻസിഫൂൻ, അവർക്ക് മത്ത് ബാധിക്കുകയുമില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫിൽ ഖംരി അർബഉ ഖിസാലിൻ. ദുനിയാവിലെ കള്ളിന് 4 കുഴപ്പങ്ങളുണ്ട്. ഒന്ന് അസ്സുക്റു, അത് മത്ത് ബാധിക്കും, ബുദ്ധിയല്ലാതാക്കും. 2 വസ്സുദാഉ, തലവേദന ഉണ്ടാകും. 3 വൽ ഖൈഉ, ഛർദി വരും, ഛർദിക്കും. കള്ളുകുടിയന്മാർ ഛർദിക്കുന്നത് കാണാം. വൽ ബൗലു, അതേപോലെ തന്നെ കൺട്രോളില്ലാതെ മൂത്രമൊഴിക്കും. ഇത് 4ഉം ദുനിയാവിലെ കള്ളിൻ്റെ പ്രശ്നമാണ്. ഫദക്കറല്ലാഹു ഖംറൽ ജന്നത്തി വനസ്സഹഹ അൻ ഹാദിഹിൽ ഖിസാൽ.
എന്നാൽ സ്വർഗത്തിലെ മദ്യത്തെക്കുറിച്ച് അല്ലാഹു പറയുകയും ഈ പറഞ്ഞ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം അത് മുക്തമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ചില വിവരമില്ലാത്ത ആളുകൾ, ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് പോലും നോക്കാത്ത ആളുകൾ, നിങ്ങളിവിടെ ദുനിയാവിൽ മദ്യം പാടില്ല എന്ന് പറയുന്നു, എന്നാൽ സ്വർഗം മദ്യത്തിൻ്റെ ലോകമാണ്, കള്ളുകുടിയന്മാരുടെ ലോകമാണ്. ഈ കള്ളിൻ്റെ പ്രശ്നം എന്താണ്? ഒരാൾ വെള്ളം കുടിച്ചാൽ പ്രശ്നമല്ലല്ലോ, ജ്യൂസ് കുടിച്ചാൽ പ്രശ്നമല്ല, പിന്നെ കള്ളു കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം ദുനിയാവിലെ കള്ളിൻ്റെ പ്രശ്നമാണിത്. ഈ പ്രശ്നമല്ലെങ്കിൽ അതൊരു വിഷയമേ അല്ല. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധിയുടെ വളർച്ചയില്ലാത്തത് കൊണ്ട് അത്തരം ആളുകൾ അതിനെ ഒരു വിമർശനമായി പറയുന്നു. അത് അവരുടെ ബുദ്ധിയുടെ വികാസത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ഖംർ നിങ്ങൾ ബേജാറാവണ്ട, ലാ യുസദ്ദഊന അൻഹ, അതുകൊണ്ട് നിങ്ങൾക്ക് തലവേദനയില്ല, വലാ യുൻസിഫുൻ, മത്തുമില്ല. മത്തില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ദുനിയാവിലത് വിലക്കാനുള്ള കാരണം മത്താണ്. അപ്പോൾ അത് പേരിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ അത്തരത്തിലുള്ള പാനീയങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഏറ്റവും മുന്തിയ ചേരുവകൾ വെച്ചുകൊണ്ട് നൽകുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ലാ യുസദ്ദഊന അൻഹ, അവർക്കതുകൊണ്ട് തലവേദന ഉണ്ടാവില്ല. വലാ യുൻസിഫൂൻ, അവർക്ക് മത്ത് ബാധിക്കുകയുമില്ല. വഫാക്കിഹത്തിൻ, അതേപോലെ തന്നെ ഇവർ ചുറ്റി സഞ്ചരിക്കുന്നത് വഫാക്കിഹത്തിൻ, ഫ്രൂട്ട്സുകൾ കൊണ്ടായിരിക്കും. അതും മിമ്മ, ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, മിമ്മ യതഖയ്യറൂൻ, തഖയ്യറ യതഖയ്യറു തഖയ്യുറൻ, അവർ തിരഞ്ഞെടുക്കുന്ന ഫ്രൂട്ട്സുകളുമായിട്ട്. മിമ്മ യതഖയ്യറൂൻ, അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിന് രണ്ട് നിലക്കുള്ള വ്യാഖ്യാനമുണ്ട്. ഒന്ന്, നമുക്കറിയാം സ്വർഗത്തിലെ വൃക്ഷങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ തന്നെ ഖുതൂഫുഹ ദാനിയ, അതിലെ പഴവർഗ്ഗങ്ങൾ താഴോട്ട് താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. ഇരുന്ന് പറക്കാവുന്നവർക്ക് ഇരുന്ന് പറക്കാം, കിടന്ന് പറക്കേണ്ടവർക്ക് കിടന്ന് പറക്കാം, നിന്ന് പറക്കേണ്ടവർക്ക് നിന്ന് പറക്കാം. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. അതിന് പുറമെ ഇവർ പറിച്ചു കൊണ്ടുവരും സ്വർഗത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗം. കാരണം അവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അവരതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. മിമ്മാ യതഖയ്യറൂൻ, അതിൽ നിന്നിങ്ങനെ നോക്കിയിട്ട് ഇഷ്ടമുള്ളതിങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്റ്റൈല്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമായതുകൊണ്ടോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ല. സ്വർഗത്തിലെ ഒരു പഴവും ഒരാൾക്കും ഇഷ്ടക്കേടുണ്ടാവില്ല. അൽഹംദുലില്ലാ. ദുനിയാവിലുള്ളതാണെങ്കിൽ ചിലർ പറയും എനിക്കത് ഇഷ്ടമല്ല, ആ ഫ്രൂട്ട്സ് എനിക്കിഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? അത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ അല്ലാഹു നിശ്ചയിച്ചൊരു കാര്യമാണ്. അവൻ്റെ ഒരു സ്റ്റൈലാണത്. അതിനുള്ള അവസരം അല്ലാഹു അവിടെയും നൽകും. അപ്പോൾ അവരെങ്ങനെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അതിൽ കൊണ്ടുവരുന്നതും അവർ നേരത്തെ ഇഷ്ടപ്പെട്ടതിനെ സെലക്ട് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താണ് കൊണ്ടുവരിക. എല്ലാം ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ഇഷ്ടമുള്ളതെടുക്കാം, കുടിക്കാം. ഇങ്ങനെ അവർ അതുമായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതേപോലെ തന്നെ വലഹ്മി ത്വയ്രിൻ, പക്ഷിയുടെ മാംസം. ലഹ്മ് എന്ന് പറഞ്ഞാൽ മാംസം, ത്വയ്ർ പക്ഷി. വലഹ്മി ത്വയ്രിൻ, പക്ഷിയുടെ മാംസമുണ്ടാകും. മിമ്മ യഷ്തഹൂൻ, അവർ ഇഷ്ടപ്പെടുന്ന, ഇഷ്തഹ യഷ്തഹി ഇഷ്തിഹാ, അവരിഷ്ടപ്പെടുന്ന പക്ഷികളുടെ മാംസം അത് വേവിച്ചു കൊണ്ടുവരും. അവർക്ക് കഴിക്കാവുന്ന രൂപത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ത്വയ്റൽ ജന്ന കഅംസാലിൽ ബുഖ്ത് തറഅ ഫീ ഷജരിൽ ജന്ന. സ്വർഗത്തിലെ പക്ഷികൾ ഒട്ടകത്തെ പോലിരിക്കുന്ന വലിപ്പത്തിൽ, ഇത്രയും വലിപ്പമുള്ള പക്ഷികളായിരിക്കും. അത് സ്വർഗത്തിലെ വൃക്ഷങ്ങൾക്കിടയിലൂടെ മേഞ്ഞ് നടക്കുന്നതാണ്. ഈ പക്ഷികൾ ആ വൃക്ഷങ്ങളിലൊക്കെ പറന്ന് നടക്കുന്ന പക്ഷികളായിരിക്കും. ഫഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന ഹാദിഹി ലത്വയ്റുൻ നാഇമ, നല്ല ടേസ്റ്റുള്ള, സാധാരണ നമ്മൾ പറയാറ്
അങ്ങനെയാണെങ്കിൽ നബിയെ നല്ല ടേസ്റ്റുള്ള നല്ല മാംസമുള്ള പക്ഷിയായിരിക്കുമല്ലോ, അടിപൊളി ആയിരിക്കുമല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അകലതുഹാ അൻഅമു മിൻഹാ, അതിനേക്കാൾ ഭംഗിയുള്ളവരായിരിക്കും അത് കഴിക്കുക. അത് നഈമാണ്, പക്ഷെ അത് കഴിക്കുന്നവൻ അതിനേക്കാൾ മുന്തിയ ആളായിരിക്കും. അതാണ് അകലതുഹാ അൻഅമു മിൻഹാ. ഒരു റിവായത്തിൽ അങ്ങനെയാണുള്ളത്, ഏറ്റവും നഈമായ ആളുകളായിരിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിനേക്കാൾ മുന്തിയത്, ഏറ്റവും ടേസ്റ്റാർന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹ സലാസൻ, എന്നിട്ട് പറഞ്ഞു, വ ഇന്നി ലഅർജു അൻ തകൂന മിമ്മൻ യഅകുലു മിൻഹാ യാ അബൂബക്കർ, ഓ അബൂബക്കർ, ആ പക്ഷിയുടെ മാംസം തിന്നുന്നവരിൽ ഒരാളാണ് താങ്കളെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സ്വർഗത്തിലാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലതൻദുറു ഇല ത്വയ്രി ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു പക്ഷിയിലേക്ക് താങ്കൾ നോക്കും, ഫതശ്തഹീഹി, അപ്പോൾ താങ്കൾക്കത് കഴിക്കാൻ ആഗ്രഹം വരും മനസ്സിൽ, ഫയഖിറു ബൈന യദൈക മശ്വിയ, അപ്പോൾ തന്നെ അത് മശ്വിയായി താങ്കളുടെ മുന്നിലേക്ക് വീഴുന്നതാണ്. അപ്പോൾ തന്നെ ഫ്രൈ ആയി, സ്വർഗത്തിലൊരു പക്ഷീനെ കാണുമ്പോൾ അതിനെ കഴിച്ചാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുമ്പോഴേക്ക് അത് പൊരിച്ച് മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അങ്ങനെയുള്ള സ്വർഗലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന ഫ്രൂട്ട്സുകളുമായി കൊണ്ടും വലഹ്മി തൈരി മിമ്മ യശ്തഹൂൻ, അവർ ഇഷ്ടപ്പെടുന്ന പക്ഷിയുടെ മാംസവുമായി കൊണ്ടും ഈ കുട്ടികൾ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. വഹൂറുൻ ഐൻ, അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന മറ്റൊന്നാണ് വഹൂറുൻ ഐൻ. ഹൂർ എന്ന് പറഞ്ഞാൽ ജമാഅത്തു ഹൗറാ, ഹൗറാഇൻ്റെ ബഹുവചനമാണ് ഹൂർ. ഹൗറ വഹിയൻ നഖിയ്യത്തു ബയാദിൽ ഐൻ, അതായത് കണ്ണിൻ്റെ ഏറ്റവും തെളിഞ്ഞ വെള്ള. അതേപോലെ തന്നെ അശ്ശദീദത്തു സവാദിഹ വൽ ഐൻ ജംഉ ഐന, ഐൻ എന്ന് പറഞ്ഞാൽ ഐനാഇൻ്റെ ജംആണ്. വഹിയൻ നജ്ലാഉൽ ഐനി ഫി ഹുസ്നിൻ, കണ്ണിൻ്റെ അങ്ങേയറ്റത്തെ മനോഹാരിതയെ അത് കാണിക്കുന്നു. അപ്പോൾ ഹൂർ അൽ ഹൂർ അൽ ഐൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃഷ്ണമണി, കണ്ണിൻ്റെ കറുപ്പ് അങ്ങേയറ്റത്തെ കറുപ്പ്, വെളുപ്പാകട്ടെ അങ്ങേയറ്റത്തെ വെളുപ്പ്. അതോടൊപ്പം വിശാലമായ നേത്രമുള്ളവർ എന്നും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകമായ കണ്ണുകളുള്ളവരാണ്, പ്രത്യേകമായ കണ്ണുകളുള്ളവരാണ്. ആ കണ്ണിൻ്റെ ഒരു നോട്ടം മതി എന്നാണ്, അത്രക്ക് ഭംഗിയാണെന്ന്. ആ കണ്ണിൻ്റെ നോട്ടം കൊണ്ട് തന്നെ പുരുഷൻ അവളിൽ അങ്ങേയറ്റത്തെ ആകൃഷ്ടനായി പോകുന്ന രൂപത്തിലുള്ള നോട്ടമാണ് അവൾക്കുണ്ടാവുക എന്നാണ്. അതാണ് വഹൂറുൻ ഐൻ. കഅംസാലിൽ ലുഇൽ മക്നൂൻ, അള്ളാഹു തന്നെ സുബ്ഹാനഹു വ തആല അതിന് ഉപമ പറയുന്നത് കഅംസാൽ, അതിൻ്റെ മസലുകൾ, ഉപമകൾ ഏതുപോലെയാണ്? അൽ ലുഉലു, ലുഉലു എന്ന് പറഞ്ഞാൽ മുത്ത്. അൽ മക്നൂൻ, മക്നൂനായ, കന്ന എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കുക എന്നാണ് അർത്ഥം, ഒളിപ്പിച്ച് വെക്കുക. കന്ന യകുന്നു ഖന്നൻ ഫഹുവ മക്നൂനുൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ടത്, ഒളിച്ച് വെക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആരുടെയും കൈകൾ സ്പർശിക്കാത്ത മുത്തും പവിഴത്തിൻ്റെയും ഭംഗി എങ്ങനെ ഉണ്ടാവും? അതുപോലെ സ്പർശിക്കാത്ത. ഇവിടെ ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ, ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ എന്ന് മുഫസ്സിരിങ്ങൾ അർത്ഥം കൊടുത്തത് കാണാം. കാരണം അവർ സാധാരണ ലുഉലുഉൻ മക്നൂൻ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിനടിയിലുള്ള ചിപ്പികളിൽ ഉള്ള മുത്തുകളുടെ ഒരു ഭംഗിയാണ്. അത് ആ ചിപ്പികളോട് കൂടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള വിശാല നേത്രകളായ വെളുത്ത സ്ത്രീകൾ ആണ് ഹൂറുൻ ഐൻ.
വെളുത്ത സ്ത്രീകളെന്നും അതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ജസാഅൻ, ഇതൊക്കെ അവർക്ക് നൽകുന്നത് ജസാഅൻ, ഒരു പ്രതിഫലം എന്നുള്ള നിലക്കാണ്. ബിമാ കാനൂ യഅമലൂൻ, ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. അമില യഅമലു അമലൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്വർഗലോകം പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതാണ് എന്നാണ് അർത്ഥം. അത് വെറുതെ കിട്ടുന്നതല്ല, വ്യാമോഹം കൊണ്ട് കിട്ടുന്നതല്ല, മറിച്ച് അവരുടെ അമല് കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 പോയിൻ്റുകളാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഒന്നാമത്തെ പോയിൻ്റ്, ചില ആളുകൾ ധരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നവരൊക്കെ നരകത്തിലാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം അവരിനി എത്ര നന്നാവാൻ ശ്രമിച്ചാലും നന്നാവൂല, അവർ നരകത്ത് തന്നെയായിരിക്കും. വേറെ ചില ആളുകൾ അള്ളാഹു സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ചതാണ്, അവർക്ക് ചീത്തയാവാനും കഴിയില്ല, അത് അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ചതാണ് എന്നുള്ള നിലക്ക്. ആ പറഞ്ഞത് ഭാഗികമായി മാത്രമാണ് ശരി. ഒന്ന്, ഒരാളെ സൃഷ്ടിക്കുമ്പോൾ അയാളെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സ്വർഗത്ത് പോകുന്ന ഒരാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പോകാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നരകത്ത് പോകുന്ന ഒരാളെ അള്ളാഹു നരകത്തിലേക്ക് പോവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് അയാളെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി അള്ളാഹു സൃഷ്ടിച്ചു? അവിടെയാണ് വിഷയം. എന്തുകൊണ്ട് ഇന്ന ആളെ നരകത്തിലേക്ക് പോകുന്നവനായി കൊണ്ട് സൃഷ്ടിച്ചു? കാരണം അവൻ നരകക്കാരൻ്റെ പണിയെടുക്കുന്നവനാണ്, ഇവൻ സ്വർഗക്കാരൻ്റെ പണിയെടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിൽ പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ, അവിശ്വസിക്കുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ നരകത്തിൽ. രണ്ടും മനുഷ്യരുടെ കർമ്മങ്ങളുടെ ഫലമാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണത്. അതാണ് ഇവിടെയും പറയുന്നത്, അമലിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്വർഗത്തിലും നരകത്തിലുമാക്കുന്നത്. അതേപോലെ തന്നെ അധ്വാനിച്ച് നേടിയെടുക്കേണ്ടതാണ് സ്വർഗം. അത് വെറുതെ ലഭിക്കുന്നതല്ല, വ്യാമോഹം കൊണ്ട് ലഭിക്കുന്നതല്ല, മറിച്ചു പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതാണ്. ലാ യസ്മഊൻ, അവർ അവിടെ കേൾക്കുകയില്ല. സമിഅ യസ്മഉ സമഅൻ, ലാ യസ്മഊന ഫീഹ, സ്വർഗലോകത്ത് അവർ കേൾക്കുകയില്ല. ലഗ്വൻ, വ്യർത്ഥമായ സംസാരം. ലഗ എന്ന് പറഞ്ഞാൽ യൽഗു ലഗ്വൻ, ലഗ എന്ന് പറഞ്ഞാൽ ഉപകാരമില്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള സംസാരത്തിനാണ് ലഗ എന്ന് പറയുക. അതിനാണ് ലഗ്വു എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള സംസാരം, ഉപകാരമില്ലാത്ത സംസാരം. അങ്ങനെ ഉപകാരമില്ലാത്ത ഒരു വേർഡ് പോലും സ്വർഗത്തിൽ കേൾക്കൂല എന്നാണ്, സംസാരിക്കൂല. അങ്ങനെ ഒരു സംസാരം അവിടെ അല്ല. വല തഅസീമ, അസ്സമ യുഅസ്സിമു തഅസീമൻ. തഅസീം എന്ന് പറഞ്ഞാൽ കുറ്റം ലഭിക്കുന്ന, പാപം ലഭിക്കുന്ന വാക്കുകൾ, അതിനാണ് തഅസീം എന്ന് പറയുന്നത്. അസ്സമ എന്ന് പറഞ്ഞാൽ ഇസ്മ ഉണ്ടാവുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ കുറ്റകരമായ വാക്ക് എന്നും കുറ്റം ചെയ്യൽ എന്നും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. അവിടെ മോശമായ വാക്കുമില്ല, മോശമായ പ്രവൃത്തിയുമില്ല. അസ്സമ യുഅസ്സിമു തഅസീമൻ വല തഅസീമ. അപ്പോൾ അവർ അവിടെ മോശമായ പ്രവർത്തനങ്ങൾ കാണുകയില്ല, അനാവശ്യമായ വാക്കുകൾ കേൾക്കുകയുമില്ല. ഇങ്ങനെയും ഒരു തഫ്സീർ. എങ്ങനെ? ഒന്ന്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എവിടെയും കാണാൻ കഴിയില്ല എന്ന്, അതൊരു വലിയ കാര്യമാണല്ലോ. 2, മോശമായ വാക്കുകളൊന്നും കേൾക്കുകയുമില്ല. ഇപ്പോൾ കേൾവി, കാഴ്ച, അതേതുപോലെ എന്ന് ചോദിച്ചാൽ ഉലമാക്കൾ പറഞ്ഞു, ഫംസഹു ബിവുജൂ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അവിടെ വംസഹു ബിറുഊസിക്കും വഅർജുലക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ തല തടവണം, കാലുകളും. കാല് തടവിയാൽ മതിയോ? പോരാ, കഴുകണം. പക്ഷെ അത് പറയുമ്പോൾ
ആദ്യം പറഞ്ഞത് തടവുക, പിന്നെ പറഞ്ഞത് ആദ്യത്തതിലേക്ക് മടക്കുക, കഴുകുക. അപ്പോൾ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നത് അറബി ഭാഷയിൽ അല്ലെങ്കിൽ ഖുർആൻ്റെ ഒരു ശൈലിയിൽ, അറബികളുടെ തന്നെ ശൈലിയിൽ ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും അതിൻ്റേതായ അർത്ഥമാണ് നൽകപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ലഘുവും തഅ്സീമും കേൾക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ തഅ്സീം കാണുന്നതാണ്, ലഘുവ് കേൾക്കലും. പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് അവരിത് രണ്ടും കേൾക്കൂല അല്ലെങ്കിൽ കാണൂല എന്ന അർത്ഥത്തിലാണ്. ലാ യസ്മഊന ഫീഹാ ലഘുവൻ വലാ തഅ്സീമ. അവർ വ്യർത്ഥമായതോ കുറ്റകരമായതോ ആയ കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെയുള്ളൊരു കാര്യമേ അവിടെ അല്ല. പിന്നെ എന്താണുള്ളത്? ഇല്ലാ ഖീലൻ, സംസാരമല്ലാതെ. ഖീൽ എന്ന് പറഞ്ഞാൽ സംസാരം. ഇല്ലാ ഖീലൻ, സംസാരമല്ലാതെ. എന്ത് സംസാരം? സലാമൻ സലാമ, സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ ഒന്ന്, അതുകൊണ്ടുള്ള ഉദ്ദേശം തഹയ്യത്തുഹും ഫീഹാ സലാം. സൂറത്ത് ഇബ്രാഹിമിലെ 23 പറഞ്ഞതുപോലെ അവിടുത്തെ അഭിവാദ്യവാക്യം സലാമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതോടൊപ്പം കലാമുഹും ഐദൻ സാലിമുൻ മിനൽ ലഗ്വി വൽ ഇസ്ം. അവരുടെ സംസാരത്തിൽ ഇസ്മും ഉണ്ടാവില്ല, ലഘുവും ഉണ്ടാവില്ല. കുറ്റകരമായ വാക്കുകൾ ഉണ്ടാവില്ല, വ്യർത്ഥമായ വാക്കുണ്ടാവില്ല. അതാണ് ഉദ്ദേശം. അപ്പോൾ അവിടുത്തെ സംസാരങ്ങളൊക്കെ തന്നെ ഗീബത്തില്ല, നമീമത്തില്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. ദുനിയാവിൽ മനുഷ്യൻ്റെ സംസാരത്തിൽ കളവ്, ചതി, വഞ്ചന, പരദൂഷണം, ഏഷണി എന്തെല്ലാം ഉണ്ടാകും. അവിടെ അങ്ങനത്തെ ഒരു ചിന്തയില്ല. കാരണം ഒരാൾക്ക് മറ്റൊരാളോട് യാതൊരു ഗില്ലുമില്ല. അതൊക്കെ അള്ളാഹു എടുത്തു കളയും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലിൻ. പരസ്പര സഹോദരങ്ങളായി ഹൃദയത്തിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള ഗില്ല്, അസൂയ, വെറുപ്പ് തുടങ്ങിയ എല്ലാം എടുത്തു മാറ്റിയിട്ട് ഒരൊറ്റ മനസ്സായിരിക്കും എല്ലാവർക്കും എന്നാണ്. കനഫ്സിൻ വാഹിദ എന്നാണ്. ഒറ്റ മനസ്സ് എല്ലാവർക്കും. അങ്ങനെയായിരിക്കും സ്വർഗത്തിലുണ്ടാവുക. അപ്പോൾ അത്രയും നല്ലൊരവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ, ഒരു ലഗ്വ് ഒരു തഅ്സീം അവർ കേൾക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. വ അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷത്തിൻ്റെ ആളുകൾ. സാഹിബിൻ്റെ ജംആണ് അസ്ഹാബ്. യമീൻ എന്ന് പറഞ്ഞാൽ വലതുപക്ഷം. എന്താണ് ഈ വലതുപക്ഷം? പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും റഹ്മത്ത് കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ് ഉദ്ദേശം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത വിശ്വാസികൾക്കുള്ള ഒരു പേരാണെന്ത്? അസ്ഹാബുൽ യമീൻ. കാരണം അറബി ഭാഷയിലും ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലും നന്മയുടെ കാര്യങ്ങളൊക്കെ വലതിലേക്ക് ചേർത്താണ് പറയും. നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഏത് വിഷയത്തിലും യമീനിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും ചെരുപ്പ് ധരിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ഒക്കെ യമീനിനെ മുന്തിക്കുക. അപ്പോൾ ആ നിലക്ക് അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൽക്കർമ്മം ചെയ്ത വിശ്വാസികളാണ് ഉദ്ദേശം. രണ്ടാമത് പറഞ്ഞു അസ്ഹാബുൽ യമീൻ എന്ന് പറയാനുള്ള കാരണം അവർ സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് ബാബുൽ യമീൻ എന്ന് പറയുന്നൊരു വാതിലുണ്ടെന്ന്. ബാബുൽ യമീൻ സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ പേരാണ് ബാബുൽ യമീൻ. ആ ബാബുൽ യമീനിലൂടെ സ്വർഗത്ത് പോകുന്നവരാണ്. രണ്ടാമത്തൊരു വ്യാഖ്യാനം. മൂന്നാമത്തത് കർമ്മങ്ങളുടെ രേഖ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. ആരുടെ വലത് കൈയിലാണോ കർമ്മങ്ങളുടെ രേഖ നൽകപ്പെടുന്നത്, അപ്പോൾ കർമ്മങ്ങളുടെ രേഖ വലത് കൈയിൽ നൽകപ്പെടുന്നവൻ അസ്ഹാബുൽ യമീൻ. ഈ മൂന്ന് വ്യാഖ്യാനങ്ങളും വൈരുദ്ധ്യമല്ല, മറിച്ച് അതിൻ്റെ വ്യത്യസ്ത. കാരണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ്റെ രേഖ വലത് കൈയിലായിരിക്കും. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ വലതു ഭാഗത്തായിരിക്കും അവർ. വക്കിൽത്തൽ യദൈഹി യമീനുൻ. അള്ളാഹുവിൻ്റെ രണ്ട് കൈയും വലതാണ്. അള്ളാഹുവിൻ്റെ രണ്ട് കൈകളും വലതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സാമീപ്യമുള്ള, അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന ആളുകളാണ് ഉദ്ദേശം. എല്ലാം ശരിയാണ്. അതിൽ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയതുപോലെ
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ക്ഷമാലുക്കളായ വിശ്വാസികളൊക്കെ വലതുപക്ഷത്തിൻ്റെ ആളുകളാണ്. എല്ലാ മുസ്ലിമീങ്ങളും, നരകത്തിൽ നിത്യവാസികളല്ലാത്ത എല്ലാ മുസ്ലിമീങ്ങളും അസ്ഹാബുൽ യമീനാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നരകത്തിൽ നിത്യവാസികളല്ലാത്ത തൗഹീദുള്ള എല്ലാ മുസ്ലിമീങ്ങളും അസ്ഹാബുൽ യമീനാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ ഫി സിദ്രിൻ മഖ്ദൂദ്, അവർ സിദറിലായിരിക്കും. സിദർ എന്ന് പറഞ്ഞാൽ ഇലന്ത മരം. നമ്മളിവിടെയൊക്കെ കാണുന്ന മരമാണത് സിദർ. ധാരാളം മുള്ളുകളുണ്ടാവും, പച്ചവട്ടത്തിലുള്ള ഇല, കുറേ മുള്ളുകൾ, അതാണ് സിദർ എന്ന് പറയുന്നത്. ഫി സിദ്രിൻ മഖ്ദൂദ്, ഖദദ യഖ്ദിദു ഖദ്ദൻ. മഖ്ദൂദ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ ഉരിയപ്പെട്ടത് എന്നാണ് അർത്ഥം. മുള്ളുണ്ടാവില്ല. ഇവിടുത്തെ വൃക്ഷത്തിൽ മുള്ളുണ്ട്, സിദറിൽ മുള്ളുണ്ട്. അവിടെ ആ മുള്ളിന് പകരം അവിടെയും ഫ്രൂട്ട്സ് ആയിരിക്കുന്നതാണ്. ഒരു കായയും കാണാം അതിൽ. അത് ഏറ്റവും ടേസ്റ്റുള്ള രൂപത്തിൽ മനോഹരമായിട്ട് സ്വർഗ്ഗലോകത്തുണ്ടാകും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറാബികളായ ആളുകൾ വന്ന് നബിയോട് പലതും ചോദിക്കും. അപ്പോൾ സഹാബികൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ്. കാരണം രണ്ട് കൾച്ചറാണല്ലോ. അറാബികളുടെ ഒരു കൾച്ചർ വേറെ, പട്ടണ നിവാസികളുടെ കൾച്ചർ വേറെ. അപ്പം നബിയോട് ചിലതൊക്കെ ചോദിക്കാൻ സഹാബികൾക്ക് മനസ്സിലുണ്ടാവും. പക്ഷെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ചോദിച്ചാൽ അബദ്ധമാകുമോ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കും. എന്നാൽ അറാബികൾക്ക് മുന്നും പിന്നൊന്നും നോക്കാതെയുള്ള ചോദ്യങ്ങളായിരിക്കും. അവരുടെ സംസാര ശൈലിയും അങ്ങനെയായിരിക്കും. പക്ഷേ അതിൽ ഒരുപാട് സംശയങ്ങൾ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ ചോദ്യത്തിനും ക്ഷമയോടുകൂടി മറുപടി പറയുന്ന സ്വഭാവക്കാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ സഹാബത്ത് പറയുകയാണ്, ഇന്നല്ലാഹ യൻഫഉനാ ബിൽ അറാബി വ മസായിലിഹിം. അറാബികളെ കൊണ്ടും അവരുടെ ചോദ്യങ്ങൾ കൊണ്ടും അള്ളാഹു ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം തന്നിട്ടുണ്ട്. അഖ്ബല അറാബിയുൻ യൗമൻ, ഒരു ദിവസം ഒരു അറാബി വന്നു. അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനായ ആൾ, ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന, താഴ്വാരങ്ങളിലൊക്കെ താമസിക്കുന്ന, അധികം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾക്കാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ലഖദ് ദക്കറല്ലാഹു ഫിൽ ഖുർആനി ഷജറതൻ മുഅ്ദിയതൻ വമാ കുൻതു അറാ അന്ന ഫിൽ ജന്നത്തി ഷജറത്തുൻ തുഅ്ദി സാഹിബഹ. അള്ളാഹു ഖുർആനിൽ ഉപദ്രവമുണ്ടാക്കുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല സ്വർഗത്തിൽ അങ്ങനെ ഒരു മരം ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ്, ഞാൻ വിചാരിക്കുന്നില്ല. സ്വർഗത്തെക്കുറിച്ച് കേട്ടതനുസരിച്ച് അവിടെ ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഈ വൃക്ഷം എങ്ങനെ സ്വർഗത്തിൽ വന്നു? അതേതാണ്? അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, വമാഹിയ, ഏതാണത്? അദ്ദേഹം പറഞ്ഞു, സിദർ. കാരണം അവർക്ക് പരിചയമുള്ളതാണ്, നിങ്ങൾക്കും നോക്കിയാൽ കാണാം, നിറയെ മുള്ളാണ്, അതിൽ നിറയെ മുള്ളാണ്. അപ്പം നിറയെ മുള്ളുള്ള ഒരു മരം സ്വർഗത്തിലോ? ഫഇന്ന ലഹാ ഷൗക്കൻ, അതിന് മുള്ളുണ്ടല്ലോ നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ തന്നെ റസൂലുള്ളാഹി അതിന് മറുപടി പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഖംറിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണത്. എന്താണത്? ഫീ സിദ്രിൻ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, പിന്നെ മഖ്ദൂദ്. ഫീ സിദ്രിൻ മഖ്ദൂദ് യഖ്ദിദുല്ലാഹു ഷൗക്കഹു ഫയജ്അലു മകാന കുല്ലി ഷൗക്കത്തിൻ സമറ. അതിൻ്റെ മുള്ളുകളൊക്കെ അള്ളാഹു മാറ്റും, എന്നിട്ട് ഓരോ മുള്ളിൻ്റെ സ്ഥാനത്തും അള്ളാഹു ഫ്രൂട്ട്സ് വെക്കും. فإنها تنبت ثمرا تفتق الثمرة معها عن 72 لونا ما منها لون يشبه الآخر. സ്വഹീഹായ സനദാണ്, സ്ഥിരപ്പെട്ട ഹദീസാണ്. അതിൽ നിന്ന് ഒരു പഴം നിങ്ങൾ പറിക്കുമ്പോൾ 72 എണ്ണം അവിടെ പകരം വെക്കപ്പെടും. ഈ 72 എണ്ണത്തിനും ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കുന്നു. ഒറ്റ മരത്തിൽ പറക്കുന്നത് ഒന്ന് മറ്റൊന്നിനേക്കാൾ നിറത്തിലും ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മഖ്ദൂദ് എന്നതിന് മുവക്കർ എന്നൊരർത്ഥം മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്ന് തന്നെയുള്ളതാണ്. മുവക്കർ എന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ ആധിക്യം കൊണ്ട് താഴ്ന്നു പോയ വൃക്ഷം എന്നാണ് അർത്ഥം. നിറയെ പഴങ്ങൾ, മുള്ളുകളേയില്ല. അതാണ് ഫീ സിദ്രിൻ മഖ്ദൂദ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ ഉരിയപ്പെട്ട നിറയെ പഴവർഗ്ഗങ്ങളുള്ള വൃക്ഷമാണത്. അപ്പം അതാണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾ. സ്വർഗത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഡിങ്ങുകൾ കൂടി ഖുർആൻ നൽകുന്നുണ്ട്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യൂല? രണ്ടാമത് പറഞ്ഞത് നോക്കൂല, ആദ്യം പറഞ്ഞത് നോക്കിയിട്ടാണ്
വിഷയങ്ങൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താണ്? വെറും സിദറല്ല, സിദറുൻ മഖ്ദൂദാണ്. അൽഹംദുലില്ലാ. വതൽഹിൻ മൻദൂദ്. നദദ എന്ന് പറഞ്ഞാൽ യൻളിദു നദുദൻ, ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ അടുക്കടുക്കായി വെക്കുന്നതിനാണ് നദദ എന്ന് പറയാം. മൻദൂദ് എന്ന് പറഞ്ഞാൽ അടുക്കുകളായി. ത്വൽഹ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ പറയുന്നത് വഅമ്മ അഹ്ലു തഅ്വീൽ മിന സ്വഹാബത്തി വത്താബിഈൻ ഫഇന്നഹും യഖൂലൂന ഇന്നഹു ഹുവൽ മൗസു. പഴമാണ്, വ്യത്യസ്തങ്ങളായ പഴങ്ങളുണ്ട്. പഴങ്ങൾ നമുക്കറിയാം, പഴത്തിൻ്റെ ഒരു സ്റ്റൈല് ഒന്നിനു മേലെ ഒന്നായി ഒന്നിനു മേലെ ഒന്നായി തട്ടായിട്ടാണ്. അങ്ങനെയുള്ള വാഴത്തോട്ടങ്ങളും, നിറഞ്ഞ വാഴത്തോട്ടങ്ങളും വലിയ വലിയ ഒന്നിനു മേലെ ഒന്നായി പഴങ്ങളുള്ള വലിയ കുലകൾ സ്വർഗലോകത്തുണ്ടാകും. അതാണ് വത്വൽഹിൻ മൻദൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വളില്ലിൻ മംദൂദ്. വളില്ലിൻ മംദൂദ്. ളില്ല് എന്ന് പറഞ്ഞാൽ തണൽ, മംദൂദ് എന്ന് പറഞ്ഞാൽ മദ്ദ യമുദ്ദു മദ്ദൻ, നീണ്ട തണലുകൾ, വൃക്ഷങ്ങളുടെ തണലാണ് ഉദ്ദേശം. മംദൂദ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ നീട്ടി വിശാലമായിട്ടുണ്ടാകുന്ന. സ്വഹീഹായ ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നത്തി ലശജറ, സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്, യസീറു റാക്കിബു ഫീ ളില്ലിഹാ മിഅത ആം, അതിൻ്റെ തണലിലൂടെ ഒരു കുതിര സവാരിക്കാരൻ 100 വർഷം സഞ്ചരിച്ചാലും ആ മരം മുറിച്ച് കടന്നിട്ടുണ്ടാവില്ല. 100 കൊല്ലമായി സഞ്ചരിക്കുന്നു, പക്ഷേ ആ വൃക്ഷത്തെ ഇതുവരെ മറികടന്നിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും, അതിന് തെളിവായിട്ട് ഓതിക്കോളൂ, വളില്ലിൻ മംദൂദ്, നീണ്ട് വിശാലമായ തണലുകളുണ്ടായിരിക്കുന്ന. സൂറത്തു നിസായിൽ കാണാം, വനുദ്ഖിലുഹും ദില്ലൻ ദലീലാ, വലിയ വലിയ തണലുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ്. കാരണം വൃക്ഷങ്ങളുടെ തണലിനൊരു പ്രത്യേക സുഖമുണ്ട് എന്നാണ്. ചില റിവായത്തിൽ കാണാം, സ്വർഗത്തിലെ ആളുകൾ ഇടക്കിടക്ക് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് സംസാരിക്കും. മരത്തിൻ്റെ ചുവട്ടിൽ തണലിലിരുന്ന് സംസാരിക്കുന്നത് മനുഷ്യനൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയ വൃക്ഷം, ഈ വൃക്ഷത്തിൽ അവരങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു പക്ഷി വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ചില്ലയിൽ. അപ്പോൾ നല്ല ഇഷ്ടത്തോടു കൂടി അതിനെ നോക്കുമ്പോഴേക്കത് പൊരിച്ചു മുന്നിലും വരും. ഇതൊന്നും തമാശയല്ല. കാരണം ഈ ദുനിയാവിനെ ഈ രൂപത്തിൽ സൃഷ്ടിച്ച റബ്ബിന് അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ടതില്ല, ഒരു സംശയം വേണ്ടതില്ല. ഈ ഭൂമിയിലെ സൃഷ്ടിപ്പുകൾ തന്നെ, ഇവിടെയുള്ള പഴവർഗ്ഗങ്ങളും ഇവിടെയുള്ള സുഖസൗകര്യങ്ങളും തന്നെ അങ്ങനെ ഒരു ലോകത്തിൻ്റെ അടയാളമാണ്, തെളിവാണ്. അപ്പോൾ അത്രമാത്രം തണലുകൾ അവിടെ ഉണ്ടാകും. അങ്ങനെ നീണ്ടു വിശാലമാക്കപ്പെട്ട വലിയ വൃക്ഷം, അത് തൂബ എന്ന വൃക്ഷമാണ് എന്ന് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സാക്ക് പോലും സ്വർണം കൊണ്ടുള്ളതായിരിക്കുന്നു. അതിൻ്റെ തടി സ്വർണം കൊണ്ടും മറ്റുണ്ടാക്കപ്പെട്ടതാണ്. അതിൽ നിന്നെടുക്കുന്ന നൂല് കൊണ്ടാണ് സ്വർഗത്തിലെ ആളുകളുടെ ഡ്രസ്സ് ഉണ്ടാക്കുന്നതെന്നാണ്. ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. പുതിയ പുതിയ മുന്തിയ ഡ്രസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നന്മയിൽ വിശ്വസിച്ചുകൊണ്ട്, യഥാർത്ഥ വിശ്വാസവും പ്രവർത്തനങ്ങളും സ്വീകരിച്ചുകൊണ്ട്, അധ്വാനിച്ച് ക്ഷമയോടുകൂടി ആ സ്വർഗലോകത്തിനു വേണ്ടി നാം ഓരോരുത്തരും അധ്വാനിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.